ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോകുന്നുണ്ട് 2 ഡേയ്സ് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ എണീച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ ടോട്ടോ കുട്ടൻ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ച് സമാധാനമായിട്ട് നടന്നോളും. അതിനുശേഷം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായ അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഞാനൊരു ഗ്ലാസ് ചായ ആദ്യം തന്നെ കുടിച്ചു കേട്ടോ, ഒന്ന് ഓൺ ആവാൻ വേണ്ടിയിട്ട്. സാറ്റർഡേ ആകുമ്പോൾ സാറ്റർഡേ സൺഡേയും ഞാൻ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് എണീക്കുക. പക്ഷേ ഇന്ന് കുറച്ചധികം പണിയുള്ളതുകൊണ്ട് പിന്നെ ഒരു സ്ഥലത്ത് പോകാനും ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നേരത്തെ എണീച്ചിട്ടുള്ളത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വീട്ടിലൊരു ചേച്ചി വരാറുണ്ട് കേട്ടോ. അവരാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കുക്ക് ചെയ്ത് തരിക. അപ്പോൾ ഇന്ന് ഞാൻ അവരോട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് രാവിലെ തന്നെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. എങ്ങോട്ടാന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലും പോവാണ്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോകും. സോ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ക്ലീനിങ്ങൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറേയൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും നിന്നിട്ടില്ല കേട്ടോ. കാരണം പിന്നെ ലേറ്റ് ആയാൽ കുറച്ച് പണിയാവും. അതുകൊണ്ട് തന്നെ വേഗം പൊറോട്ടയും കടലക്കറിയാണ് വാങ്ങിയിട്ടുള്ളത്. പൊറോട്ട ആകുമ്പോൾ പിന്നെ മക്കളെ കഴിപ്പിക്കുക എന്നുള്ളൊരു സീനേ അല്ല. മക്കൾ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇങ്ങനെ മക്കൾ നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം പൊറോട്ടയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ മക്കളെ സ്കൂൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് അടുത്ത കൊല്ലം മക്കളെ ഒന്ന് സ്കൂൾ ചേഞ്ച് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന സ്കൂൾ 4th വരെ ഉള്ളൂ. അപ്പോൾ പിന്നെ മൂത്താൾ ഇപ്പോൾ ഓൾറെഡി 4th-ലാണ്. അപ്പോൾ ഇനി 5th-ലോട്ട് വേറെ സ്കൂൾ നോക്കണം. അപ്പോൾ എന്തായാലും മൂത്താളെ മാറ്റുന്നതുകൊണ്ട് തന്നെ ചെറിയ ആളെയും കൂടി സ്കൂൾ മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു സ്കൂള് നോക്കുന്നുണ്ട്. ആ സ്കൂളിൽ ഇപ്പോൾ ഇന്ന് എക്സാമാണ്, അവരൊരു ടെസ്റ്റ് നടത്തുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് പോവാണ്. സ്കൂൾ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ടെസ്റ്റ് പാസ്സായാലും ചിലപ്പോൾ ഞങ്ങൾ സ്കൂള് വേറെ നോക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഒരു ബിസി ഡേ ആണ്. അപ്പോൾ രാവിലെ 9:30 ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ അതിനുള്ള ഇതാണ് കേട്ടോ. മക്കൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സാറ്റർഡേ അല്ലേ, ഉറങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്കൂൾ എന്തായാലും മാറണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഞങ്ങൾ 9:30 ആകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി മക്കളെ എണീപ്പിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാലോചിച്ച് ടോട്ടോക്ക് ഫുഡ് കൊടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ബോട്ടിൽ ആണ് ഇങ്ങനെ ഇട്ട് വെക്കാറ് ഞാൻ അവൻ്റെ ഫുഡ്. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ ഓൾറെഡി വാങ്ങി വെച്ചത് അതിലേക്ക് റീഫില്ല് ചെയ്യാണ്. അങ്ങനെ റീഫില്ല് ചെയ്ത് വെച്ചാൽ മക്കളോട് പറഞ്ഞാൽ മതി, മക്കളെ ടോട്ടോക്ക് ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അതൊരു പണിയില്ല, അവരെന്നെ എടുത്ത് കൊടുത്തോളും. അപ്പോൾ അതൊക്കെ വേഗം കൊടുത്ത് അവനൊന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങളിതാ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലെത്തി പാക്ക് ചെയ്ത്. കുറേ പണികളുണ്ട്. ഞാൻ രാവിലെ ഫുഡ് കഴിച്ച പാത്രം അടക്കം ഒന്നും കഴുകിയിട്ടില്ല. അങ്ങനെ കുറച്ച് ക്ലീനിങ് വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ സുജി ഓൾറെഡി വേറൊരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പാക്ക് ചെയ്ത് കൊടുക്കണം. സുജി ഇറങ്ങുമ്പോഴേക്ക് തന്നെ ഇറങ്ങണം. അങ്ങനത്തെ കുറച്ചധികം പണികളുണ്ട്. സുജി ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഈ പണികളൊക്കെ തീർത്തിട്ട് വേഗം എനിക്കും ഇറങ്ങണം. സുജിൻ്റെ കൂടെ തന്നെ, സുജിൻ്റെ കൂടെ അല്ല, പക്ഷേ സുജി ഇറങ്ങുമ്പോഴേക്കും ഞാനും ഇറങ്ങാമെന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ എക്സാമിന് പോയതാണ്. അപ്പോൾ ഞങ്ങളിതാ അവിടുത്തെ ലൈബ്രറിയിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 9:30-ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് 11 ആയപ്പോൾ ചെറിയ ആളത് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്, പാസ്സാവുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ജ്യൂസും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 hour കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ മൂത്ത ആളത് കഴിഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ചോദിച്ചിട്ടും സെയിം മറുപടി തന്നെ, പാസ്സാവുമായിരിക്കാം, അറിയില്ല, നോക്കട്ടെ, റിസൾട്ട് വരുമല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പുതിയൊരു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ എന്തായാലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂളാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ എന്നാലേ ഒരു സമാധാനമാവുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി ഒരു ബേക്കറിയിൽ നിർത്തി. ഞങ്ങൾ ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, 12 മണി ആയല്ലോ. അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ വീട്ടിൽ പോവുകയാണല്ലോ, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചട്ടിപ്പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ വാങ്ങിയിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വീട്ടുകാർക്ക് എല്ലാവർക്കും ചട്ടിപ്പത്തിരി അങ്ങനത്തെ കുറച്ച് സ്നാക്സ് അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട് അതും കയ്യിൽ വെച്ചു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വണ്ടിയിൽ തിന്നാണ് പോണത്. സ്നാക്സ് ഒന്നും കഴിച്ചില്ല, വീട്ടിൽ നിന്ന് ചായൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ വേഗം സുജിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ അവിടെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം വൈറ്റ് ഡ്രസ്സല്ലേ ഒന്ന് മാറ്റിയിട്ട് വരാം, വേറെ പാത്രം കഴുകുക അങ്ങനത്തെ കുറേ പണികൾ അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആ വൈറ്റ് ഡ്രസ്സ് ചെയ്താൽ ആ വൈറ്റ് ഡ്രസ്സ് മൊത്തം പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്തോ അതിൻ്റെ മേലിൽ കാണാം. ഞാൻ ഫുഡ് കഴിച്ചാൽ ഞാൻ എൻ്റെ മേലിൽ ഫുഡാവും, ഞാൻ പാത്രം കഴിക്കുക എൻ്റെ മേലിൽ ഫുള്ള് സോപ്പ് വെള്ളമായിരിക്കും, ഞാൻ കുക്ക് ചെയ്ത് ഫുള്ള് എൻ്റെ മേലിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആയിരിക്കും. അത് ഞാൻ എന്ത് ചെയ്തോ അത് ഞാനത് ചെയ്തു എന്നുള്ളത് ആർക്കും ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നെ കണ്ടാൽ അത് മനസ്സിലാവും. അങ്ങനെ ഒരു ഗുണം എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒരു പഴയ നൈറ്റി എടുത്തിട്ടിട്ട് ചായയൊക്കെ ഉണ്ടാക്കി സുജിക്കൊക്കെ കൊടുത്തിട്ടു. പിന്നെ എനിക്ക് അത് ചായ ഒന്നും കുടിക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. ഞാൻ വേഗം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഹസ്ബൻഡ് ഇപ്പം ഇറങ്ങും, ഹസ്ബൻഡ് ജസ്റ്റ് ഒന്നും കൂടി കുളിക്കുക, എന്നിട്ട് വേഗം ഡ്രസ്സ് പാക്ക് ചെയ്ത് ഇറങ്ങാമെന്നുള്ള രീതിയിൽ കുളിക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഗ്യാപ്പിൽ ഞാൻ വേഗം എൻ്റെ പണികൾ തീർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹസ്ബൻഡ് പോയി കുറേ കഴിഞ്ഞിട്ടാവും ഞാൻ ഇറങ്ങുക. അപ്പോൾ എനിക്കൊരു ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഇറങ്ങിയാൽ എനിക്ക് ആ ഒരു ടെൻഷനില്ല. ഹസ്ബൻഡ് തന്നെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ആ ഒരു സമാധാനത്തിൽ ഇറങ്ങുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ലോക്ക് ചെയ്തോ, ഞാൻ ശരിക്കും അത് ചെയ്തോ ഇത് ചെയ്തോ ഒക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പോൾ തന്നെ വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പാക്ക് ചെയ്യാണ്. പ്രത്യേകിച്ച് പാക്ക് ചെയ്യാനൊന്നുമില്ല. എൻ്റെ 2 വീട്ടിലിടുന്ന ഡ്രസ്സും 2 നല്ല ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊരു മൺഡേ ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ അതിന് പോകേണ്ടി വരും. സുജിൻ്റെ പരിചയത്തിലുള്ളൊരു കല്യാണമാണ്. അപ്പോൾ സുജി നേരെ അവിടുന്ന് അങ്ങോട്ടേക്ക് മഞ്ചേരിക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിക്കണോണ്ട് തന്നെ കുറച്ച് നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സും ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സ്കിൻ കെയർ, മേക്കപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചു. മക്കളതും അതുപോലെ തന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് ആണ് മെയിനായിട്ട് വെച്ചത്. ബാക്കി ഒരു നല്ല ഡ്രസ്സും വെച്ചിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് സംഭവം പാക്കിംഗ് ഒന്നല്ല, അങ്ങനെ നോർമൽ. അപ്പോൾ കല്യാണം ഉള്ളതുകൊണ്ടാണ് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഡ്രസ്സ് തന്നെ എടുത്ത് വെക്കാം കേട്ടോ. കാരണം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കട്ടിൽ കണ്ടാൽ പിന്നെ ഞാൻ ആ കട്ടിൽമെന്ന് എണീക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. ഞങ്ങൾ പുറത്ത് പോകാനൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വീടെത്തി കഴിഞ്ഞാൽ സമാധാനമായിട്ട് കിടക്കുക, സമാധാനമായിട്ട് ഉറങ്ങുക, സമാധാനപരമായിട്ട് എണീക്കുക, ഉമ്മാൻ്റെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് വീട്ടിൽ പോകുന്നുള്ള ഉദ്ദേശങ്ങൾ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ പണികൾ മനസ്സിലുണ്ടാകുമ്പോൾ ചിലപ്പോൾ നീങ്ങൂലല്ലോ, പണികളൊന്നും നീങ്ങാത്ത പോലെ തോന്നും. അപ്പോൾ അതിനുള്ള ഓരോ തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുജിൻ്റെത് അത് വെക്ക് ഇത് വെക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചോളാം എന്നൊക്കെ അതും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ സുജീൻ്റെ പെട്ടി എടുത്തിട്ട് ബാക്കിയുള്ള സുജീൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളതും ഒരേപോലെ പെട്ടി ആയതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഒരുമിച്ച് വെച്ചപ്പോൾ ഇതാരതാണെന്നുള്ള ഡൗട്ടായിട്ടോ. ഇതെൻ്റെ തന്നെയാണോ അതോ നിങ്ങളതാണോ എന്നിട്ട് പോകുന്ന 2 കാറിലായതുകൊണ്ട് ഞങ്ങാനും പെട്ടി മാറിപ്പോണ്ട വെച്ചിട്ട് വീണ്ടും തുറന്ന് വീണ്ടും നോക്കി അത് ആരെ പെട്ടിയാണെന്നൊക്കെയുള്ള കൺഫേം ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടു. ലാസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാക്കിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഡൈനിങ് ഹാൾ ഫുള്ള് വീണ്ടും മെസ്സായി കിടക്കുന്നത് കണ്ടത്. ഇതൊരു ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഈ ഒരു മെസ്സ് തീരാനുള്ളതല്ല കേട്ടോ. ഈ ഡൈനിങ് ഹാൾ ക്ലീനിങ് തീരാനുള്ള ഒരു പണിയേ അല്ല.
അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അവിടെ ചായ കുടിച്ച് രാവിലെ ചായ കുടിച്ചതിൻ്റെ ഗ്ലാസ്സും അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഓരോ പേപ്പേഴ്സ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വെക്കേണ്ടിടത്തൊക്കെ വെക്കുകയാണ്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ചട്ടിപ്പത്തിരി സ്നാക്സ് അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ തന്നെ വെച്ചു. കാരണം എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി കട്ട്ലറ്റൊക്കെ അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളൊന്നും ഞാൻ വീട്ടിലെത്തിയിട്ട് നല്ലപോലെ കഴിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ സുജി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇനി ഇവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ വരുള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോയിട്ട് എല്ലാവരും കൂടി കൂടുമ്പോൾ പിന്നെ അത് അങ്ങോട്ട് അടികൂടി എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ, ഡൈനിങ് ടേബിളിന്മേൽ തന്നെ. എന്നാലേ ഞാൻ ഓർക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മറവിയാണ്. അത് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ വീടെത്തിയിട്ട് അയ്യോ അത് അവിടെ ഉണ്ടായിരുന്നു ആയിട്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ കഴിക്കായിരുന്നു എന്ന് തോന്നും. പിന്നെ തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇങ്ങോട്ടേക്ക് കയറേണ്ടി വരില്ല, ഭയങ്കര സ്മെല്ലുമായിരിക്കും. അപ്പോൾ അത് അവിടെ തന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് അതൊക്കെ എടുത്ത് വെച്ച്. പിന്നെ ഞാൻ അവിടെ കഴുകാനുള്ള കുറച്ച് ഗ്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ലിവിങ് റൂമിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ പ്രോപ്പർ എടുത്ത് വെക്കാതെ ആയിരുന്നു രാവിലെ ഓടിയിട്ടുണ്ടായിരുന്നത് സ്കൂളിലേക്ക്. അപ്പോൾ ഞാൻ പ്ലേറ്റ്സ് മാത്രമേ അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാസറോളും പിന്നെ കറീൻ്റെ ബൗളും ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ്. ഞാൻ വിചാരിച്ചു പൊറോട്ട ബാക്കിയുണ്ട്, അപ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ച പാത്രമാണ് കേട്ടോ, ആ പിങ്ക് പാത്രം. അപ്പോൾ അതിൽ തന്നെ ഉമ്മക്കുള്ള സാധനം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അതിൽ എടുത്തു വെച്ചു. ഇച്ചിരി ടൈറ്റാണ് കേട്ടോ, അതിൻ്റെ ഒരു മൂടി കുറച്ച് അമർത്തിയാലേ അടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് അതിന്മേൽ കിടന്ന് മല്ലയുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ നേരത്തെ ചട്ടിപ്പത്തിരിയൊക്കെ എടുത്തു വെച്ച ആ സ്ഥലത്ത് തന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അത് മറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം ഒക്കെ ഒന്ന് കഴുകാൻ വെച്ചു. ഇപ്പോൾ മേശപ്പുറത്തുള്ള പാത്രങ്ങൾ മൊത്തം ഇന്നലത്തെ പാത്രങ്ങളാണ് കേട്ടോ. രാവിലെ ഇതൊക്കെ ചേച്ചി വരുമ്പോഴാണ് ഒക്കെ ക്ലീൻ ആക്കാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ചേച്ചി വരാത്തതുകൊണ്ട് അതെല്ലാം ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടിയായി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതിപ്പോൾ മെയിൻ കിച്ചണാണ്. അപ്പോൾ അത് വർക്ക് ഏരിയയിലാണ് ഞങ്ങൾ പാത്രമൊക്കെ കഴുകൽ കേട്ടോ. അപ്പോൾ അതൊക്കെ വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഈ ഒരു ടേബിൾ ഒന്ന് ജസ്റ്റ് തുടച്ചിടാം, എന്നാൽ അതൊന്ന് വൃത്തിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് തുടച്ചിട്ട് പിന്നെ നേരെ വർക്ക് ഏരിയയിലോട്ട് കേട്ടോ. ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാനുണ്ട്, വേസ്റ്റ് കളയാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേസ്റ്റ് കളഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് പാത്രം കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേസ്റ്റ് കളയാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു സിങ്കിൽ ഞാനൊരു മെഷീന് ഘടിപ്പിച്ചിട്ടുണ്ട്. അധികം ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. ഫുഡ് ഗ്രൈൻഡ് ചെയ്തിട്ട് വെള്ളം പോലെ ഇങ്ങനെ പോകാനുള്ളൊരു മെഷീനാണ്. അപ്പോൾ ഒന്ന് അവിടെ ഇവിടേക്കും നമ്മൾ വീടിൻ്റെ സൈഡിലൊന്നും കൊണ്ടിടണ്ട. ഈ ഒരു സിങ്കിലേക്ക് ഇട്ടിട്ട് വെള്ളം ഫുള്ള് തുറന്ന് വിട്ടിട്ട് നമ്മൾ ഒരു സ്വിച്ച് നോക്കിയാൽ ആ ഒരു സിങ്കിൽ നിന്ന് തന്നെ അതിങ്ങനെ ഗ്രൈൻഡായിട്ട് വെള്ളത്തോടൊപ്പം പോയിക്കോളും. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടി കുറേ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തി വേഗം ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ് ഇപ്പോൾ എനിക്കത്. പണ്ട് ഞാൻ ഈ വേസ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നടക്കലായിരുന്നു. ഇപ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ അതിലേക്ക് ഇടുകയാണ്. അതിൽ ചിരട്ട, പിന്നെ കല്ലുമ്മക്കായൻ്റെ ഷെല്ല്, പിസ്ത ഷെല്ല്, അങ്ങനത്തെ കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും അതിൽ പോകാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ ഫുഡും നമ്മൾ ബാക്കിയുള്ള ചോറോ കാര്യങ്ങളോ ഒക്കെ കേട് വന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഉള്ളിൻ്റെ ഇങ്ങനെ തൊലി, അത് മറ്റത് മറിച്ചത് അങ്ങനെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഫുഡ് വേസ്റ്റുകൾ മൊത്തം അതിൽ പോയിക്കോളൂ കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മറ്റേ ചിക്കൻ്റെ എല്ല്, ബീഫിൻ്റെ എല്ല് എല്ലാം അതിൽ ഗ്രൈൻഡാവും. അതുകൊണ്ട് ഭയങ്കര സമാധാനമാണ് കേട്ടോ. അപ്പം ഞാൻ തലേന്ന് ഉണ്ടായിരുന്ന ബാക്കി ഫുഡൊക്കെ ഞാൻ എടുത്തിട്ട് അതിൽ കളയാണ്. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഞാനിതൊന്നും തലേന്ന് ഫ്രിഡ്ജിൽ വെക്കാഞ്ഞത്. കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ല, പിന്നെ അത് ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ വെച്ച് ഇന്ന് കളയാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അല്ല ഇന്ന് എവിടെ പോകാനൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ പിറ്റേന്നൊക്കെ യൂസ് ആക്കലൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ ഇതാ അപ്പോൾ ഞാൻ സ്വിച്ച് ഇട്ടപ്പോൾ വെള്ളം തുറന്നിട്ട് സ്വിച്ച് ഇട്ടാൽ അത് ഫുള്ള് ഗ്രൈൻഡായി പോകും കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ പിന്നെ വേസ്റ്റ് ഇങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടുത്തേക്ക് പിടിച്ച് കാണിക്കാഞ്ഞത്. അപ്പോൾ വേസ്റ്റ് ഫുള്ള് പോയി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് നമുക്ക് സമാധാനത്തിൽ പാത്രം കഴുകാം. അപ്പോൾ വേസ്റ്റൊക്കെ അരിഞ്ഞു പോയിട്ട് രണ്ട് സെക്കൻഡ് മതി ശരിക്കും. കുറച്ച് വേസ്റ്റൊക്കെ ഉള്ളെങ്കിൽ അതൊക്കെ ഒന്ന് ഗ്രൈൻഡായി പോകാൻ കേട്ടോ. വേസ്റ്റൊക്കെ കളഞ്ഞപ്പോൾ പിന്നെ അടുത്ത പണി പാത്രം കഴുകലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തീർക്കുകയാണ്. അപ്പോൾ സുജി അവിടെ മാറ്റാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് ഡ്രസ്സ് മാറാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഷടപടേ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാത്രം കഴുകൽ എനിക്ക് അത്ര മടുപ്പില്ലാത്തൊരു ജോലിയാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര പാത്രം ഉണ്ടെങ്കിലും ഞാൻ കഴുകിക്കോളും. പക്ഷേ ഈ കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീണ്ടും കൊണ്ടുതരുന്ന ഒരു പണിയുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അവിടെ എത്രയാണോ പാത്രം ഉള്ളത് അതിങ്ങനെ കഴുകാൻ എനിക്കൊരു മടിയില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതും കൂടി പറഞ്ഞിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പെറുക്കിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുതരില്ലേ, അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. പക്ഷേ അവിടെ ഞാൻ ഓൾറെഡി അവിടെ കുറേ പാത്രം ഉണ്ടെങ്കിലും ഞാൻ ഇരുന്ന് കഴുകിക്കോളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ സ്പീഡ് കഴുകുകയാണ്. പാത്രം കഴുകി ലാസ്റ്റ് ആയപ്പോഴേക്ക് സുജിയൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നീ മാറ്റുന്നില്ലേ, നീ ഇപ്പം ഇറങ്ങുന്നുണ്ടെന്ന്, ഞാൻ പോവാണ്, നീ പിന്നെ ഇറങ്ങിക്കോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സുജിൻ്റെ ഒപ്പം പോകാനുള്ള സുജിൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഓടി. അപ്പോൾ ഇന്ന് കുറേ അലക്കാനൊക്കെ ഉണ്ട്. ഇന്നലത്തത് ഇപ്പോൾ ഇന്ന് അഴിച്ചിട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇനി വന്നിട്ട് അലക്കാമെന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലാണ് കേട്ടോ. ഏതായാലും ഞാൻ 2 ദിവസം കൊണ്ട് വരും. അപ്പോൾ അതൊക്കെ ബാക്കി ഇനിയൊക്കെ വന്നിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ വേഗം ഡ്രസ്സ് മാറിയത് ഇറങ്ങാണ്. ടോട്ടോനെ പിന്നെ സുജിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവന് നല്ല പരിചയമാണ് അവരെ. അപ്പോൾ അവരെ കൂടെ നിന്നോളും. അപ്പോൾ ഒരു കുഴപ്പമില്ല. അവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് ടോട്ടോന്. അപ്പോൾ അവൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ വേഗം സുജിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം മറ്റേ കാറിൽ പോയി. അപ്പോൾ ഞാനിതാ ഈ താറെടുത്തിട്ട് ഞാൻ എൻ്റെ സിസ്റ്റർ എടുത്തിട്ടാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ സിസ്റ്റർ പിക്ക് ചെയ്തിട്ടാണ് ഞാൻ മഞ്ചേരിയിലേക്ക് പോണത്. സിസ്റ്റർ വീട് അരീക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഞാൻ ആദ്യം അരീക്കോടേക്ക് എത്തിയിട്ട് ഇവിടെ കുറച്ച് നേരം നിന്നിട്ട്. അപ്പോൾ അവളുടെ ചെറിയ മോള് ക്ലാസ്സിന് പോയതാണ്. അപ്പോൾ കഴിഞ്ഞിട്ടാണ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിസ്റ്റർ മൂത്ത മോനാണ് കേട്ടോ ഇത്. അപ്പോൾ അവന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ചിരിയാണ് കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന്. അപ്പോൾ അവൾ എനിക്ക് ചോറൊക്കെ തന്നു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. രാവിലെ കഴിച്ചതും അങ്ങനെ ഇറങ്ങിയാണ്. പിന്നെ ഒരു ഐസ്ക്രീമുമാണ് കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ മക്കൾക്ക് ഈ അരീക്കോട് വന്നാൽ പിന്നെ ഈ ഒരു ഐസ്ക്രീം വാങ്ങുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സിസ്റ്റർ മോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡിൻ്റെ ഒപ്പം ഇവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഫുൾ ഐസ്ക്രീമുമായിട്ടാണ് വരവ്. ഇഷ്ടം പോലെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും അടിയാണ് കേട്ടോ. അടി കൂടി കഴിച്ചാലേ അത് ഇറങ്ങുള്ളൂ. അത് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും അടി കൂടി തന്നെയാണ് കഴിക്കുന്നത്. അതിനൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ അടി കൂടുന്നതിൽ. അപ്പോൾ അങ്ങനെ നല്ല സന്തോഷമായിട്ട് ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഞാൻ പറയുന്നുണ്ട് വേഗം മാറ്റി എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവളെ ഫുള്ള് ഞാനൊരു സമാധാനവും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ സിസ്റ്റർ ചെറിയ മോളെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ എൻ്റെ മൂത്ത മോനും അവളും ഒരേ ഏജാണ് കേട്ടോ. ഒരു 21-22 ഡേയ്സിനുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഒത്തുകൂടുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടാൾ ബർത്ത്ഡേയും ഒരുമിച്ച് അങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള കേക്കൊക്കെ എൻ്റെ താത്ത വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പറയുന്നുണ്ട് വേഗം ഡ്രസ്സ് മാറി വേഗം ഇറങ്ങുക പറഞ്ഞിട്ട് ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്നാലേ അവരൊക്കെ ഇറങ്ങുള്ളൂ. ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവില്ല, അത് എടുത്തോ എന്നുള്ള ആ ഒരു ഇതിലാണ് അങ്ങനെ ഓരോരോ പണിയിലായിട്ട് ഇങ്ങനെ അവളിങ്ങനെ ഇതാക്കുക കേട്ടോ. പിന്നെ അവസാനം ഞാൻ കുറേ അങ്ങനെ ഫുള്ള് ഇങ്ങനെ ആദ്യം തന്നെ വണ്ടി കയറി ഇങ്ങനെ നൊടിയാൻ തുടങ്ങിയപ്പോൾ അവൾ ഇരുന്നിട്ട് വേഗം വണ്ടി കയറി കേട്ടോ. മക്കളൊക്കെ ബാക്കിലും സെറ്റായി, അവൾ സെറ്റായി. അപ്പോൾ അളയാക്ക ഇതിലെന്താ വെള്ളമില്ലാത്ത ബോട്ടിലൊക്കെ കൊണ്ട് നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ട് അതിന് ഒഴിവാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ
വേഗം ഇറങ്ങി. ബാക്കിൽ ഫുള്ള് കസിൻ സെറ്റാണ് കേട്ടോ. അവർ 4 ആൾക്കാർ കസിൻസ് എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ താത്ത ഇന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വേറെ എന്തോ ആലോചിച്ചിരിക്കുക. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഇവിടെ ഒന്നും അല്ല. ഞാൻ വേറെ എന്തോ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ വേറെ എന്തോ ആലോചിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ഞാൻ വണ്ടിയൊക്കെ കൃത്യമായിട്ട് ഓടിക്കും, പക്ഷെ ഞാൻ വേറെ എവിടെയോ ആയിരിക്കും, വേറെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ആ സ്വഭാവം ഭയങ്കരമാണ്. ഞാൻ അറിയുന്നു പോലും കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് ഇരുന്ന് വേറെ എന്തോ ആലോചിക്കുന്നുണ്ട്. അപ്പം എൻ്റെ സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, ഈ എന്ത് ഈ ആലോചിക്കണത്, എന്നോടൊന്ന് പറയുമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീടെത്തി. അപ്പോൾ ഇതാ മുന്നേ തന്നെ എൻ്റെ ഉപ്പ ഇരിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതാ പിന്നെ ഇറങ്ങി വരുന്നത് നിലൂട്ടനാണ്, എൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. ഭയങ്കര കുരുത്തക്കേടാണ്, ഇങ്ങനെ കളിച്ച് നടന്നോളും. അപ്പോൾ അവന് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ അവനിങ്ങനെ ഞങ്ങളോടൊക്കെ ഒന്നും പെട്ടെന്ന് സെറ്റ് ആവാറൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ഞങ്ങളോടൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന ഉടനെ മക്കളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാരായിട്ട് തോന്നും, കാരണം മേശൻ്റെ അടിയിൽ നിന്നൊക്കെ ആയിരുന്നു പിന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അമ്മാണ്ട് പറഞ്ഞു, വേഗം ഫുഡ് തരുമ്മ, വേഗം ചായ തരുമ്മ, ഇതിനാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തതെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ ഓൾറെഡി ഞങ്ങൾക്ക് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് ആദ്യം ഒരു ചായ തന്നു. ഞാൻ എത്ര ചായ ഉണ്ടാക്കിയാലും ഉമ്മാൻ്റെ ഒരു ചായ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചായ ലവറൊന്നുമല്ല, പക്ഷേ ഉമ്മാൻ്റെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനതും ബിരിയാണിയൊക്കെ ഇങ്ങനെ തിന്നാണ്. ഉമ്മ മസാല എവിടെയെന്നൊക്കെയാണ് ഞാൻ വിളിച്ചു പറയണത്. അപ്പോൾ ഒക്കെ കൊണ്ടുവരുന്നുള്ളൂ, അതിന് മുമ്പ് ഞാൻ തീറ്റ തുടങ്ങി. അപ്പോൾ മസാല കൊണ്ടുവന്നിട്ട് ഞാൻ ഫുള്ള് അലമ്പാക്കുകയാണ്. വീട്ടിലെത്തിയിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ആ ഒരു എൻജോയ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇതാ അമ്മ മസാല കൊണ്ടുവന്ന് വേഗം ഞങ്ങൾക്ക് ഇട്ട് തരികയാണ്. അപ്പോൾ ഇതാ എൻ്റെ സിസ്റ്റർ മോൾക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് ഞാൻ കളിയാക്കി കേട്ടോ, ഈ ആണ് ഫുള്ള് തിന്ന് പറഞ്ഞിട്ട്. അതാണ് അവൾ ഇരുന്ന് ചിരിക്കുന്നത്. പിന്നെ എന്താ തൈരും ചമ്മന്തിയൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് കഴിക്കണം. ഉമ്മാൻ്റെ സ്വന്തം ഡ്യൂട്ടിയിലേക്ക് കയറി ഉമ്മാൻ്റെ 4 ചെറിയ പേരക്കുട്ടികളെയും വെച്ചിട്ട് 4 ആൾക്ക് ഇരുന്ന് വാരി കൊടുക്കുന്ന ഉമ്മയാണ് കേട്ടോ. ഇത് ഉമ്മാൻ്റെ ഒരു സ്ഥിരം പണിയാണ്. ഞങ്ങൾ വന്നാൽ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയാൽ പിന്നെ ഉമ്മാൻ്റെ പണി ഇതാണ്. ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കൂല കേട്ടോ. മക്കളെ ഫുള്ള് ഉമ്മയാണ് മക്കളെ കാര്യങ്ങളൊക്കെ ഫുള്ള് നോക്കൽ. അപ്പോൾ മക്കളെ കുളിപ്പിക്കുന്നതും മാറ്റുന്നതും ഫുഡ് കഴിപ്പിക്കുന്നതും മക്കൾക്ക് ഉമ്മാൻ്റെ അടുത്ത് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വേണ്ടി വരും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉമ്മ അത് മാനേജ് ചെയ്തോളും. ഞങ്ങളിങ്ങനെ ശരിക്കും ഞാനും താത്തയൊക്കെ എപ്പോഴും വിചാരിക്കും, ഇതെങ്ങനെ ഈ ഉമ്മാക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങളെ മാത്രം മക്കളെ ചിലപ്പോൾ ചില സമയത്ത് ഇവരിങ്ങനെ അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷമ വേണമല്ലോ, ക്ഷമ പോകും കേട്ടോ. പക്ഷെ ഉമ്മാക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഉമ്മ എല്ലാം കറക്റ്റ് ചെയ്തോളും. അതിൻ്റെ ഇടയിൽ നിലൂട്ട് ഇവിടെ ചൂലെടുത്ത് അടിച്ചു വാരി നടക്കുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ നോക്കിയപ്പോൾ മക്കൾ കാര്യമായിട്ടിരുന്ന് ടി വി ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഇരുന്ന് ടി വി ഒക്കെ കാണാം. അപ്പോൾ എനിക്ക് കുറച്ച് യൂട്യൂബിലേക്ക് ഇടാനുള്ളത് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മുകളിലേക്ക് പോയിട്ടോ. മുകളിൽ മാത്രമേ സൗണ്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചയല്ല, ആൾക്കാരൊക്കെ മാറിപ്പോയി. നിലൂട്ടൻ ആണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നുണ്ടായിട്ടോ, അവൻ്റെ കാർട്ടൂണ്. അപ്പോഴതാ എൻ്റെ ബ്രദർ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവൻ NIT പ്രൊഫസറാണ് കേട്ടോ. അപ്പോൾ NIT കാലിക്കറ്റ് കോളേജിൽ പ്രൊഫസറാണ്. അപ്പോൾ അവൻ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് കയറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നീലൂട്ടനും ഒപ്പം കയറിയിരുന്നുണ്ട്. വണ്ടി തിരിച്ചിടുന്ന സമയത്ത് അവൻ മുന്നിൽ തന്നെ കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അതെൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ബ്രദർ വന്നപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടിട്ട് ഞങ്ങളെ കളിയാക്കാണ് കേട്ടോ. ഞങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഹലോ വെൽക്കം ബാക്ക് ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കളിയാക്കാണ്. അപ്പോൾ അവനും കൂടി വന്നപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവന്ന ചട്ടിപ്പത്തിരി എടുക്കാണ്ട്. ശരിക്കും അവനെ വെയിറ്റ് ചെയ്തതല്ല,
ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഒന്നും ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന സൂട്ട് കേസ് പുറത്തേക്ക് എടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഈ ചട്ടിപ്പത്തിരി ഒന്നും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ചട്ടിപ്പത്തിരിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാനതൊക്കെ വേഗം കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും തരികയാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടാൾ ബേർഡ് ഒരു 22 ഡേയ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കേക്ക് ഇങ്ങനെ രണ്ടാൾ പേര് എഴുതിയിട്ടൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങളൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം, ഒരു രസമല്ലേ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവൾക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഇവർ ഓടി കളിച്ചപ്പോൾ അവളെ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയിട്ടുണ്ടായിരുന്നു സിസ്റ്റർ മോളുടെ. അപ്പോൾ അതിന് ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം അവൾ നല്ല വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എങ്ങാനും ഫ്രാക്ചറോ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടിപ്പൊട്ടാളം മൊത്തം ഉണ്ട് ഡോക്ടറെ കാണിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രദറും കൂട്ടി കൊണ്ടുപോവാണ് എല്ലാവരും. അവർ പോയതിന് ശേഷം ഞങ്ങൾ സിറ്റ് അവിടുന്ന് പിന്നെ അനങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ തന്നെ ഇരിക്കുന്നു. അവർ വരുന്ന വരെ ഇവിടെ തന്നെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും പോകുമ്പോൾ നമുക്കൊരു മിസ്സിങ് ആണല്ലോ. അപ്പോൾ അവർ വരുന്നവരെ അവിടെ അങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഓരോരുത്തർ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നീലൂട്ടൻ്റെ ഓരോ സർക്കസ് ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അവന് എന്താ ചെയ്യാന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോരോ കഥയൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ഓക്കെയാണ്, നന്നായിട്ട് ഉളുക്കിയതാണ്, പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും. വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷനും കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ സിസ്റ്റർ മൂത്ത മോള് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ മോനൊക്കെ വന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ കോൾ ചെയ്തില്ല, അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിസ്റ്റർ ഡ്യൂട്ടി തുടങ്ങി. മോന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും വാരി കൊടുക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവർ വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ അവർ വേഗം ഇറങ്ങുകയാണ്. പക്ഷേ ഇറങ്ങണമെന്നും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ സീറ്റ് അവിടെ തന്നെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഉറക്കമെന്ന് പറയുന്നത് എനിക്കൊരു മുഖ്യമായിട്ടുള്ള കാര്യമുണ്ട്. 10 മണി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും പറ്റില്ല. ഒരു 11 മണി മാക്സിമം. അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.